റഫീഖ് ചേരുന്നുണ്ട്. റഫീഖ് ഭായ് നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഞാനൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിരുന്നു നേരത്തെ, ഇത് കേട്ടില്ലെന്ന് തോന്നുന്നു. റഫീഖ് ഭായ് കേൾക്കുന്നുണ്ടോ എന്നെ? ഇപ്പോൾ ഞാൻ നേരത്തെ കേട്ടിരുന്നു, എൻ്റെ അങ്ങോട്ടുള്ള വോയിസ് എന്തോ പ്രശ്നം വന്നതാണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ CPM ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ് തോന്നുന്നു. മറ്റാർക്കും ഈ പ്രായത്തിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടില്ല ഇപ്പോൾ, അല്ലേ? നിലവിലില്ല എന്നാണ്. നിലവിലില്ല, എനിക്കറിയില്ല അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന്. പക്ഷെ പ്രായമല്ല, സ്വാഭാവികമായിട്ട് നമ്മള് സംബന്ധിച്ചിടത്തോളം കൂട്ടായ നേതൃത്വമാണ്. അല്ല, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിർവഹിക്കും. വയനാടിൻ്റെ വിവിധ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായും നടത്തുക. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബഹുജന അടിത്തറ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നൂതനമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് സമ്മേളനം കണ്ടിട്ടുള്ളത്. അത് കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റെടുക്കും. റഫീഖ്, അവിടെ ചൂരൽമല മുണ്ടക്കി സമയത്തൊക്കെ റഫീഖിൻ്റെ സാന്നിധ്യം നമ്മുടെ ചർച്ചകളിലാണെങ്കിലും അതല്ലാതെയും റഫീഖിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റഫീഖ് അവിടെ വളരെ ആവേശത്തോടു കൂടി കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഏറ്റെടുത്ത് ഒരു കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണ രീതിയിൽ ഈ മൂന്നാമത്തെ വർഷം എന്നുള്ളത് ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുക്കുന്നതാണ്. ഗിഗാറിനെതിരെ പല കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കെന്തായാലും ആ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ അതൊരു അസാധാരണമായ നടപടിയാണ്. മൂന്നാമത്തെ വട്ടം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരാളെ തുടരാൻ അനുവദിക്കാതെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുന്നു എന്നുള്ളത് അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, അതിൽ നമ്മൾ കാണേണ്ടത് പാർട്ടി ഓരോ ഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ നിശ്ചയിക്കാറാണ്. 3 ടേം വരെ സെക്രട്ടറി ആവാം എന്നാണല്ലോ. അത് 3 ടേം വരെ നിർബന്ധമായും ആവണം എന്നല്ല പാർട്ടിയുടെ ഒരു തീരുമാനമുള്ളത്. ഓരോ ഘട്ടത്തിലും ഓരോ ചുമതലകൾ നിശ്ചയിച്ച് നൽകുക എന്ന് തന്നെയാണ് പാർട്ടി എടുക്കാറ്. ഈ സമ്മേളനത്തിൽ ആ നിലയിൽ ജില്ലാ സെക്രട്ടറിയെ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള ചുമതല സ്വാഭാവികമായിട്ടും സഖാവ് പി ഗഗാറിനുണ്ട്. ഞങ്ങളെല്ലാം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഇതിലൊരു വിയോജിപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ഐക്യകണ്ഠേന എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. കൂടുതൽ ശക്തമായി വയനാട്ടിനെ മുന്നോട്ട് പാർട്ടിയെയും അതുപോലെ ബഹുജനങ്ങളുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നതിന് വേണ്ടി പാർട്ടി സമ്മേളനം എല്ലാം ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു അസ്വാഭാവികതയുടെ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി വലിയ പിടിവലികളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മംഗലപുരത്ത് മധു പുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കി പുറത്ത് BJP-യിലേക്കാണ് പോയത്. ഗഗാറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അസംതൃപ്തി എന്തെങ്കിലും ഉണ്ടോ റഫീഖ്? നിങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം വാദങ്ങളല്ലാതെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ ഒരു മിനിറ്റ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം അതുണ്ടായിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്ക് ഒരുപാട് ഏരിയ കമ്മിറ്റികളുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായപ്പോൾ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതല്ലാതെ 200-ലധികം വരുന്ന ഏരിയ കമ്മിറ്റികളുള്ള സംസ്ഥാനത്ത് ഒരു സ്ഥലത്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അതിനങ്ങനെ കണ്ടാൽ മതി. അതിന് പകരം ഇതിവിടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏരിയ സമ്മേളനങ്ങളായാലും ലോക്കൽ സമ്മേളനങ്ങളായാലും ജില്ലാ സമ്മേളനമായാലും ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പായാലും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തതായാലും ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതായാലും എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ തന്നെ ഒറ്റക്കെട്ടായി ഞങ്ങൾ കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ മുന്നോട്ട് പോകും. അതാണ് അതിൽ ഉള്ളത്. എനിക്കൊന്ന് റഫീഖിന് ഒരുപാട് കാര്യങ്ങൾ വയനാട് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ വയനാട് ലോക്സഭാ മണ്ഡലം മാറിക്കഴിഞ്ഞു. അവിടെ വലിയ രീതിയിലുള്ള ഒരു CPIയുടെ പരമ്പരാഗത മണ്ഡലമാണല്ലോ അത്. അപ്പോൾ അവിടെ പാർട്ടിയെ കുറച്ചുകൂടി ശക്തമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ്. ഒരു ഭാഗത്ത് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വം, വളരെ സാവധാനമാണെങ്കിലും ഉയരുന്നൊരു BJP പ്രസൻസ് അവിടെയുണ്ട്. ഒപ്പം തന്നെ ക്രിസ്ത്യൻ ബെൽറ്റ്, അതേപോലെ മൈനോറിറ്റി വോട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ വളരെ കരുതലോടെയും ശ്രദ്ധിച്ചും പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നതായിരിക്കുമല്ലേ ചുമതല? തീർച്ചയായും നിങ്ങൾ ഇപ്പം പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. അതായത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPIM എന്ന നിലയിൽ കൂടുതൽ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ സമ്മേളനത്തിൽ കണ്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, വയനാട് ജില്ല എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന
അധിവസിക്കുന്ന ഒരു ജില്ലയാണ്. ആദിവാസി ജനവിഭാഗം, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, കൃഷിക്കാരായിട്ടുള്ള ആളുകൾ, കർഷക തൊഴിലാളികൾ ഒക്കെ കൂടുതൽ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളുണ്ട്, ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ ജീവിത പ്രശ്നങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭപരമായി ഏറ്റെടുക്കേണ്ടത് ആ നിലയിലും, അതോടൊപ്പം തന്നെ ഭരണതലത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കേണ്ട ചില വിഷയങ്ങളിൽ ആ നിലയിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടൽ ശക്തിപ്പെടുത്തേണ്ട കാലം എന്ന നിലയിൽ ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, ആ സാഹചര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ആ സാഹചര്യമല്ല. എന്നാൽ വയനാട് ആ സാഹചര്യം വെച്ചുകൊണ്ട് CPM-ന്റെ ജനപിന്തുണയെ അളക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ട് ഷെയറും ഒക്കെ നോക്കുമ്പോൾ വലിയ മുന്നേറ്റം പാർട്ടിക്ക് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം വേറെയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വയനാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മികച്ച വിജയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കും. പാർട്ടിയുടെ കൂടുതൽ ശക്തമായി കൂടുതൽ ശക്തമായ പാർട്ടി നയിക്കാൻ കഴിയട്ടെ, ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയട്ടെ റഫീഖ്. സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ആ ഊർജ്ജവും ഒപ്പം താങ്കൾക്കൊപ്പം ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു റഫീഖ്.